ഹലോ കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ വീണ്ടും എൻ്റെ ഇലക്ട്രോണിക് സ്റ്റോറിൽ വന്നിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റിക്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കട തുറക്കണം. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. പിന്നെ ഒരു 2 ബോക്സിൽ ഫോൺ കേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആ സൈഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്, എമർജൻസിക്കായിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ കട തുറക്കാൻ പോവുകയാണ്. ആൾക്കാർ കുറേ വരാനുണ്ട്, ചേച്ചിമാരെല്ലാം. ഈ ചേച്ചിമാർ ചേട്ടന്മാരെല്ലാവരും വന്നിട്ട് വേണം നമുക്കിനി ബാക്കി കളി തുടങ്ങാൻ. അത് മാത്രമല്ല, ഇപ്പോൾ ഡേ തീരാനായി, രാത്രിയാണിപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ഡേ നോക്കിയിട്ട് പുതിയ ദിവസമായി. സ്റ്റോറേജ് ക്ലോസ് ഓപ്പൺ ഇറ്റ് ടു സെൽ പ്രോഡക്ട്സ്. അപ്പം ഇനിയിപ്പോൾ കട തുറക്കണം വീണ്ടും ഒന്നുകൂടി. അപ്പോൾ ഞാൻ കട തുറക്കുവാണ്. ഓക്കെ, തുറന്നു കടയിൽ. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങും. നമുക്ക് വേഗം തന്നെ റിസപ്ഷനിൽ കയറി നിൽക്കാം. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ അപ്പം തന്നെ എല്ലാം ചെയ്യാമല്ലോ, അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് റിസപ്ഷനിൽ കയറിയിരിക്കാം. ഇതുവരെയായിട്ടും എന്താ ആൾക്കാർ വരാത്തയാവോ? എന്നല്ല, ഓക്കെ ചേച്ചി, ഇതൊക്കെയാണോ വേണ്ടത്? 2 ഗ്രീൻ, പിന്നെ ഒരു വയലറ്റ്. 154.61. ഓക്കെ, അടുത്ത്. ചേട്ടൻ വിൽക്കാൻ പോകുന്നു. ഇപ്പോൾ കുറേ സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ലൈൻ ആവട്ടെ. അപ്പോൾ വരെ ഞാനൊന്ന് എൻ്റെ ട്രോളി OSൽ എനിക്ക് എൻ്റെ സ്ഥലം ഒന്ന് കൂട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആദ്യത്തെ ഗ്രോത്തിന് തന്നെ 8000 രൂപ വേണം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ 8000 രൂപയാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറേജ് എന്നിട്ട് ഞാനൊരു മൊബൈൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി നമുക്ക് ചിലപ്പോൾ പൈസ കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഒന്ന് പുതിയതായിട്ട് ടാബ് വാങ്ങിക്കാൻ പോവുകയാണ്. ടാബ് പിന്നെ ഇപ്പോൾ 6000 രൂപ ആക്കിയിട്ട് വേണം ടാബ് പൈസ കൂട്ടണം. അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഗെയിമിൽ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഈ ഫുൾ വീഡിയോ. അപ്പോൾ ഈ ചേച്ചിമാർക്ക് ഇപ്പോൾ ഈ ടാബാണ് ഞാനിനി പുതുതായിട്ട് വെക്കാൻ പോകുന്നത്. ടാബും വാങ്ങിക്കണം, പിന്നെ എനിക്ക് മൊബൈലും വാങ്ങിക്കണം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് ഇത് എല്ലാം വിൽക്കേണ്ടി വരും. 15. ഓക്കെ, അപ്പം 358. അപ്പോൾ ഇനിയിപ്പോൾ ടാബ് വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ടാബിന് എത്രയാണ്? നമുക്കപ്പോൾ ടാബ് വാങ്ങിക്കാം. ടാബ് ഞാൻ ഏറ്റവും തന്നെ വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് ഗ്രേ കളർ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ട വൈറ്റ് വാങ്ങിക്കാം. ആകുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെല്ലാം കൂടുതൽ വന്ന് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. ആഡ് ടു കാർട്ട്. ഞാൻ ഇത് വാങ്ങിക്കാൻ പോകുന്നു. ബൈ. ഞാൻ വാങ്ങിച്ച് സാധനം വരട്ടെ. സാധനങ്ങൾ ഫുള്ള് തീർന്നു. ടാബ് വന്നിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് 4 ഉള്ളൂ, വലിയ ഗുണമൊന്നും ഇല്ല. പ്ലീസ് യൂസ് ടേബിൾ ഫോർ ഇറ്റ്. ഈശ്വര, ഞാനപ്പോൾ ഇത് വെറുതെ വാങ്ങിച്ചു. അപ്പോൾ ഇനി ഇത് വയ്ക്കാൻ വേണ്ടി ടേബിൾ വാങ്ങിക്കണം ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, ഇത് വെച്ച് ക്ലോസ് ത്രോ, പിന്നെ സാധനങ്ങൾ എടുത്തിട്ട് ഇത് വെക്കാനായിട്ട് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്.
എന്നിട്ട് നമുക്ക് ടേബിൾ പിന്നെ വാങ്ങിക്കാം. ഇപ്പം സമയം 2 മണിയാവാനായി. 2 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുതിയ സാധനങ്ങൾ അയ്യോ ഇതിനകത്ത് അലിഞ്ഞു പോയി. ഓപ്പൺ പ്ലേസ്. ആരും വന്നില്ലല്ലോ. ഓ വന്നു. സാധനങ്ങളെല്ലാം ഈ ഏറ്റവും ആദ്യം തന്നെ ടേബിളിന് എത്ര രൂപയെന്നൊന്ന് നോക്കട്ടെ. ഈശ്വര, 1500 രൂപ. ഇതിന് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാണ് വേണ്ടത്? പ്രൊഡക്ട്സ് നോക്കട്ടെ. ലൈസൻസ് നോക്കട്ടെ. നമുക്കിനി അടുത്ത ലൈസൻസ് വാങ്ങിക്കുകയാണെങ്കിൽ 4 ഹെഡ്ഫോൺസും പിന്നെ 4 മൈക്രോഫോൺസാണ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് ലൈസൻസ് 3, ഒരു സ്മാർട്ട് വാച്ചും പിന്നെ 3 സ്മാർട്ട് വാച്ച് ബാൻഡും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ കുറേ ഇത് വാങ്ങിക്കാം നമുക്ക്. കൺസോൾ, ഹോവർ ബോർഡ്, സ്പീക്കർ, ഡ്രോണ്, VR ഗോഗിൾസ്, ക്യാമറ, അങ്ങനെ വേറെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാം. അതേപോലെ അതിന് പൈസയും കൂടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ കുറേ വലിയ ലൈനായി. അപ്പം ഞാനിവിടെ ചെറിയൊരു സൂത്രം കാണിക്കാൻ പോവാണ്. ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ ടേബിൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ടേബിൾ വരുമ്പോഴത്തേക്കും നമുക്കത് വെക്കാൻ വേണ്ടി ഒരു ഇച്ചിരി ഈസിനെസ്സിനായിട്ട് നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ഇവിടെ ഇങ്ങനെ 2 വന്നു. ഇവിടെ ആയിട്ട് ഇങ്ങനെ ടേബിളും കൂടി വയ്ക്കാം. നമുക്കാണെങ്കിൽ ഇത് ഈ ടേബിൾ ഇങ്ങോട്ട് വെച്ച് ആൾക്കാരെങ്ങനെയല്ലേ ഇതിൻ്റെ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരുന്നത്, അതെല്ലാം നമുക്കപ്പോൾ സ്പേസ് എന്തായാലും കൂട്ടിയേ പറ്റൂ. ഇത് ഭയങ്കര കഷ്ടപ്പാടാണിത്. സ്പേസ് എന്തായാലും കൂട്ടിയേ പറ്റൂ. അതുമാത്രമല്ല സ്പേസ് കൂട്ടുന്നതിനും പിന്നെ ഓരോ ലൈസൻസ് വാങ്ങിക്കുന്നതിനെല്ലാം ഇതിന് ഭയങ്കര വില എടുക്കുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഭയങ്കര പണിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സാധനങ്ങളും തീർന്നു. 1350 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു ഇയർഫോൺസ് വാങ്ങിക്കാം. അതാകുമ്പോൾ ചെറിയ വിലയാണ്. അപ്പോൾ നമുക്ക് പൈസയും കൂട്ടിയിടാലോ. ഫോൺ വെള്ളം വാങ്ങിക്കാം. അതാണ് സാധാരണ എല്ലാവരും വാങ്ങിക്കാറ്. വേമ്പ എൻ്റെ ഇതിലെ രാവിലെയായി. സാധനം വന്നിട്ടുണ്ട് നമ്മുടെ. ഞാൻ അതൊന്ന് വെച്ച് കൊടുക്കാം. പ്ലീസ്. ത്രോ. അപ്പോൾ നമ്മുടെ സാധനം വേഗം വിട്ടുപോയാൽ മതിയായിരുന്നു.
എൻ്റെ പൈസ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. മാർക്കറ്റ് പ്രൈസ് വരുന്ന 199 രൂപ. അപ്പോൾ 201 രൂപ ആണ് എൻ്റെ റിയൽ പ്രൈസ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 50 രൂപേൻ്റെ അടുത്തുണ്ട്. 42 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് ആൾക്കാർ ഒരാൾ പോലും വന്നിട്ടില്ല. ഹേയ് ചേട്ടാ ഒന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്ക്. ചേട്ടനെ കാണുമ്പോൾ വലിയ പൈസക്കാരനെ പോലെ ഉണ്ടല്ലോ. വേമ്പാ ചേച്ചി ആരെങ്കിലും വാ. ഇതെന്തോ ഒരാൾ പോലും വരാത്ത. ഒരു കാര്യം ചെയ്യും, ഒന്നിച്ചിട്ട് പൈസ കുറയ്ക്കാം. ഇനിയെങ്കിലും ആരെങ്കിലും വാ. അങ്ങനെ അപ്പം ഞാൻ ടേബിളും വെച്ചു, ടാബും വെച്ചു. സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ചേച്ചിമാരും വന്നു. ഇനിയിപ്പോൾ ഈ ടാബൊന്ന് വിറ്റ് കൊടുക്കണം ചേച്ചിമാർക്ക്. അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ പണി. കട തുറക്കട്ടെ. മാത്രമല്ല ഇപ്പം തന്നെ രാത്രിയായി. വരുന്നുണ്ടെങ്കിൽ വരുന്നാൽ മതി ആരെങ്കിലും. ഈ ടാബിൽ നിന്ന് എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും നോക്കട്ടെ. നല്ല ബാഡ്സിന് നോക്കിയല്ലേ പറ്റും. അടുത്ത ദിവസമായി. അയ്യോ എൻ്റെ ടാഗ് എവിടെയാ? ആരെങ്കിലും വരട്ടെ. ആരെങ്കിലും വരൂ. ഇവിടെ MRF ടയറുടെ പരസ്യം മേളിൽ. ഇവിടെയൊക്കെ MRF ടയറൊക്കെ വിൽക്കി തോന്നുന്നു. ഇനി ഞാൻ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ കടയിലെത്തി. ആരെങ്കിലും വന്നോ? ആരും വന്നില്ല ഇതുവരെയായിട്ടും. ആരെങ്കിലും വാ. ഹേ ചേച്ചി. ഇവരുടെ കയ്യിലൊന്നും കൂടില്ലല്ലോ. ആ ചേച്ചിയുടെ കയ്യിലോ ചേട്ടൻ്റെ കയ്യിലോ ഒന്നുമില്ല. ഞാൻ കടയിൽ തുറന്നിട്ട് വേണമല്ലോ അല്ലേ. പിന്നെന്താ പ്രശ്നം? ഇവരായിട്ടും ആരും വരാതെ. ആ ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ കൂടില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ കട തുറന്നിട്ട് വേണമല്ലേ. പിന്നെന്ത് ഇതുവരെയായിട്ടും ആരും വരാത്തെ? ചേട്ടാ നിങ്ങളൊന്ന് ആരും എന്താ കൂട് പിടിച്ചോണ്ട് വരാത്തെ? സാധനത്തിന് വില കൂടുതലായതുകൊണ്ടാണോ? ഞാൻ പക്ഷേ അതിന് കറക്റ്റ് പൈസയാണല്ലോ ചേട്ടാ കൊടുത്തേ. ഒന്നാമത്തെ കാര്യം ഇവിടെ വേറൊന്നോ ഇല്ല. പ്ലീസ് ഒരു കാര്യം ചെയ്യും. ഞാൻ കുറച്ച് ഒരു പൈസ കുറച്ചു. ഇനി ആൾക്കാർ അത് ശരി. ഞാൻ കുറച്ചപ്പോഴത്തേക്കും ആൾക്കാർ വരാമല്ലേ. വളരെ 629.30. വേറെ ആരെങ്കിലും വാ. ഓക്കെ വന്നു. ആൾക്കാർ വന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ 629.30. താങ്ക് യു സർ. നിങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. ഓക്കെ താങ്ക് യു ചേച്ചി. അവിടുത്തെ സാധനങ്ങളെല്ലാം തീർന്നു. ഇനി ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഒരു പുതിയ ടേബിളാണ്. ഒരു പുതിയൊരു ടാബാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. ടാബ് വിത്ത് കീബോർഡ് 582.
3822 വരുന്നത് മാർക്കറ്റ് പ്രൈസ്. പക്ഷേ അതെല്ലാം ഒരു മിനിറ്റ്, സോറി. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയാണ് പൈസ വരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പൈസ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ കീബോർഡ് ഉള്ള ടാബ്ലറ്റാണ് ഇനി അടുത്ത് വാങ്ങിക്കാൻ പോകുന്നത്. കളറ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് വയലറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിക്കണം. ദ വയലറ്റ്. ഇങ്ങനെ സാധനം എത്തി. ഓപ്പൺ. ഇതിവിടെ അല്ലെന്ന് ഞാൻ ഇവർ പറഞ്ഞോണ്ടല്ലോ, ഞാൻ ഒരു കൊല്ലും. ഇനി എനിക്ക് ആണ് എത്ര 637 എന്നല്ല, 700 രൂപയാണ്. ഞാനങ്ങ് പൈസ കൂട്ടിയിട്ട് വയ്ക്കും. ചേച്ചിക്ക് വേണ്ട. പിന്നെ 2 എണ്ണം കിളവി വാങ്ങിച്ചുകൊണ്ട് പോയി അയാൾ. അവിടെ ഉണ്ടല്ലോ ഞാൻ വൃത്തിയായിട്ട് അവളെൻ്റെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി വില കുറവാന്. അത് ഞാൻ കൊടുക്കാത്ത വില കുറവാന്. അല്ല, ഞാനിതിനൊക്കെ കൊല്ലും. ചേച്ചിമാരെന്താ ഒന്നും വരാത്തെ? ചേട്ടന്മാരും വന്നില്ലല്ലോ ആരും. വേമ്പാ ആരെങ്കിലും. ഇതെന്താ ആരും വരാത്ത? കഷ്ടം. കട തുറന്നിട്ടാണല്ലോ ചേട്ടാ. കൂടെ എന്തിരില്ല? ഞാൻ പൈസ കൂട്ടിയോണ്ടായിരിക്കും. പ്ലീസ്. ഓക്കെ, ഒരു പൈസ കൂടെ കുറച്ച് തരാം. 61 രൂപയെ കുറയത്തുള്ളൂ. ചേച്ചിമാർ വന്നു. ഓക്കെ, ഓക്കെ ചേട്ടാ, വിളിച്ചോ. അടുത്ത ആരെങ്കിലും വാ. ടാബ് അങ്ങോട്ടങ്ങ് വിട്ടു പോകുന്നേ ഇല്ലല്ലോ. എന്താ, ആരെങ്കിലും വാങ്ങിച്ചൂടെ? വന്നു ആരോ വന്നു. ഒരു ചേച്ചി. ഒരു 2-3 ടാബൊക്കെ വാങ്ങിച്ചു ചേച്ചി. എന്തിനിത്? മൊബൈൽ കേസോ അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും കുറേ എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയില്ലായിരുന്നു. 98ആണോ? 98.13. ഓക്കെ. ഓക്കെ, അങ്ങനെ എൻ്റെ ടാബുകളെല്ലാം തീർന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.